കൊടുങ്ങല്ലൂരിലെ CPIയിൽ കൂട്ടരാജി സംഭവിച്ചിട്ടുള്ളത്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 20ഓളം പ്രവർത്തകർ ആണ് രാജി സമർപ്പിച്ചത്. 2 കൗൺസിലർമാർ നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെക്കും. ബിനിൽ, രവീന്ദ്രൻ നടുമുറി എന്നീ കൗൺസിലർമാരാണ് രാജിവെക്കുന്നതായി പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. ഇവർ രാജിവെച്ചാൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണം പ്രതിസന്ധിയിലാകും. ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത്. മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് CPIയിൽ ഇത്തരത്തിലൊരു പ്രാദേശികമായ പ്രതിസന്ധി ഉടലെടുത്തിട്ടുള്ളത്. അതിനിടെയായിരുന്നു കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. അതും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ വെല്ലുവിളിയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് സൃഷ്ടിച്ചത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരായ പരാതി ഇന്ന് ട്രൈബ്യൂണൽ പരിഗണിച്ചേക്കും. പരാതിയെ തുടർന്ന് ഉപാധിയോടെ അക്കൗണ്ട് ഭാഗമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അന്വേഷണം തീരും വരെ 115 കോടി രൂപ ബാലൻസ് നിലനിർത്തണമെന്നാണ് ഉപാധി. നികുതി കുടിശ്ശിക വരുത്തിയെന്ന് കാണിച്ചാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തടസ്സപ്പെടുത്താനാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ എന്നാണ് കോൺഗ്രസ് ആരോപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് സുപ്രീം കോടതി മരവിപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായതിന് പിന്നാലെയാണ് കോൺഗ്രസിനെതിരായ നീക്കമെന്നും ആരോപണമുണ്ട്. 2018-19 സാമ്പത്തിക വർഷത്തിൽ പാർട്ടി അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കാൻ 45 ദിവസം വൈകിയിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ 199 കോടി രൂപ ചെലവഴിച്ചതിന് ആനുപാതികമായി നികുതി അടച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി 210 കോടി രൂപ പിഴയിട്ടാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്.